ലോങ് ടൈം ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടൈം ഡിസിഷനിൽ എടുക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആയിരിക്കും, 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക്. സാർ, ഈ ബിസിനസ്സിലെ പൊതുവെ നോക്കുമ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻസും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? പിന്നെ തീർച്ചയായിട്ടും, അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ വാക്ക് പോലെ തന്നെ ഇതിന് ലോങ് ടൈം ഇമ്പാക്റ്റ് ആയിരിക്കും. നമ്മുടെ പോളിസീസ്, വിഷൻ, നമ്മുടെ ടൈ അപ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, ആർക്ക് സക്സഷൻ പ്ലാനിങ് ആർക്ക് വേണം, അങ്ങനെയുള്ള ലോങ് ടൈം ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടൈം ഡിസിഷനിൽ എടുക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആയിരിക്കും, 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജനറൽ മാനേജറെ ഹയർ ചെയ്യുന്നു, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു, ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകണു, ഒരു ബാങ്ക് ലോണിന് പോകണു, ബാങ്കിന് ബോറോയിങ്സിന് പോകണു. അങ്ങനെയുള്ള ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് HR പോളിസീസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താൽ ഫാമിലി ബിസിനസ്സിൽ എപ്പോഴും ലോങ് ടൈം ഡിസിഷൻസും ഷോർട്ട് ടൈം ഡിസിഷൻസും എടുക്കുന്നത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ചില ചലഞ്ചുകൾ അവിടെ ഉണ്ടാവാം. അതേസമയത്ത് അതർ കോർപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ അത് ടോട്ടലി പ്രൊഫഷണലിസ്റ്റ്, അതിൻ്റെ ബോർഡൊക്കെ വളരെ സ്ട്രോങ് ബോർഡായിരിക്കും, ഇൻവെസ്റ്റേഴ്സിൻ്റെ ബോർഡ് കാണും, ടോട്ടലി വേറൊരു ആംഗിളിലാണ് അതിൻ്റെ ഡിസിഷൻസും പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടാവും. ബോർഡ് വാട്സാറ്റ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസൊക്കെ ആണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു ചട്ടക്കൂടിലൂടെയാണ് പോണേ. ഫാമിലി ബിസിനസ് ഒരു പക്ഷേ ഓണർക്ക് കൂടുതൽ അധികാരം ഉള്ളതുകൊണ്ട് രണ്ടും ചേർത്തെടുക്കും. അതിൻ്റേതായ ദോഷങ്ങളും ഗുണങ്ങളും അവിടെ ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനേ പറ്റും. ഓക്കെ.